പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് നമ്മൾ നമ്മുടെ 5ാം ക്ലാസ്സിലെ എക്സ്റ്റെൻഡഡ് റീഡിംഗ് ഭാഗമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ പാഠഭാഗത്ത് ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് അയക്കുന്ന ഒരു കത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. സ്നേഹനിധിയായ ഒരു അച്ഛൻ ജയിലിൽ നിന്നും തൻ്റെ മകൾക്ക് അവളുടെ പിറന്നാൾ ദിവസം എഴുതുന്ന കത്താണ് നാം ഈ പാഠഭാഗത്ത് കാണുന്നത്. ഈ പാഠഭാഗത്തെ അച്ഛൻ ജവഹർലാൽ നെഹ്റു ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് ഇന്ദിരാഗാന്ധിക്ക് നൈനി ജയിലിലായിരിക്കുമ്പോൾ എഴുതുന്ന കത്താണ്. അദ്ദേഹം പറയുകയാണ്, ഒന്നും രഹസ്യമായി ചെയ്യാതെ ധൈര്യശാലി ആയിരിക്കാനുള്ള പ്രചോദനമാണ് അദ്ദേഹം ഈ കത്തിലൂടെ മകൾക്ക് നൽകുന്നത്. നമുക്ക് പാഠഭാഗം പരിചയപ്പെടാം. ആദ്യ ഭാഗത്ത് തന്നെ സെൻട്രൽ പ്രസൻറ്റ് നൈനി ഒക്ടോബർ 26, 1930 ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൈ ഡിയർ ഇന്ദിര, എൻ്റെ പ്രിയപ്പെട്ട ഇന്ദിര, ഓൺ യുവർ ബർത്ത്ഡേ യു ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിങ് പ്രസൻസ് ആൻഡ് ഗുഡ് വിഷസ്. നിൻ്റെ ജന്മദിനത്തിൽ നീ ധാരാളം സമ്മാനങ്ങളും ആശംസകളും ഒക്കെ സ്വീകരിക്കാറുള്ളതാണല്ലോ. ഗുഡ് വിഷസ് യു വിൽ സ്റ്റിൽ ഹാവ് ഇൻ ഫുൾ മെഷർ. എനിക്കറിയാം നിനക്ക് നല്ല ആശംസകൾ നിനക്കിപ്പോഴും ലഭിക്കുന്നുണ്ടായിരിക്കുമെന്ന്. ബട്ട് വാട്ട് പ്രസൻറ്റ് ക്യാൻ ഐ സെൻഡ് യു ഫ്രം നൈനി പ്രസൻറ്റ്. ഇപ്പോൾ നിനക്ക് ഞാൻ ഈ നൈനിൽ പ്രസൻറ്റിൽ നിന്നും എന്താണ് അയക്കേണ്ടത്? മൈ പ്രസൻസ് കനോട്ട് ബി വെരി മെറ്റീരിയൽ ഓർ സോളിഡ്. എൻ്റെ സമ്മാനം ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു പദാർത്ഥമോ ഒന്നും ആയിരിക്കില്ല. ദേ ക്യാൻ ബി ഓഫ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. മനസ്സിനും ആത്മാവിനും വേണ്ടിയുള്ള ഒരു സമ്മാനം ഞാൻ നിനക്ക് തരാം. തിങ്സ് ദാറ്റ് ഈവൻ ദ ഹൈ വാൾസ് ഓഫ് എ പ്രസൻറ്റ് കനോട്ട് സ്റ്റോപ്പ്. എന്താണ്? ജയിലിലെ ഉയർന്ന ഭിത്തികൾക്ക് പോലും ഞാൻ തരുന്ന എൻ്റെ ഈ ആശംസകൾക്ക് തടസ്സപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്ന് ജവഹർലാൽ നെഹ്റു പറയുകയാണ്. യു നോ സ്വീറ്റ് ഹാർട്ട് ഹൗ ഐ ഡിസ്ലൈക്ക് സെർമണൈസിങ് ആൻഡ് ഡൂളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. പ്രിയപ്പെട്ടവളെ, ഉപദേശങ്ങൾ നൽകുക എന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് നിനക്കറിയാമല്ലോ. I have always thought that the best way to find out what is right and what should be done is not by giving sermon. ഉപദേശങ്ങൾ നൽകുന്നതിലൂടെയല്ല ശരിയും തെറ്റും തിരിച്ചറിയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ്. ഇതൊക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? സംഭാഷണം നടത്തിയും ചർച്ച ചെയ്തുമൊക്കെയാണ്. ഔട്ട് ഓഫ് ഡിസ്കഷൻ സംടൈംസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രൂത്ത് കംസ് ഔട്ട്. ചില സമയത്ത് സംഭാഷണത്തിലൂടെ ചില സത്യങ്ങളൊക്കെ പുറത്തു വരും. ഐ ഹാവ് ലൈക്ഡ് മൈ ടോക്സ് വിത്ത് യു. നീയുമായി സംസാരിക്കുന്നതിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് മെനി തിങ്സ്. നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ബട്ട് ദ വേൾഡ് ഈസ് വൈഡ് ആൻഡ് ബിയോണ്ട് അവർ വേൾഡ് ലൈ അതർ വണ്ടർഫുൾ ആൻഡ് മിസ്റ്റീരിയസ് വേൾഡ്സ്. ലോകം വളരെ വിശാലമാണ്. നമ്മുടെ ലോകത്തിനപ്പുറം വിശാലവും നിഗൂഢവുമായ ലോകങ്ങളുണ്ട്. നൺ ഓഫ് us need ever be bored or imagine that we have learned everything worth learning and become very wise. But what am I to do then? A letter can hardly take the place of a talk, but it is one-sided affair. Imagine that I have made a suggestion to you for you to think over, as if we really were having a talk. എന്താണ്? എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആരും മടുത്തിരിക്കേണ്ടതില്ല. In history, we read of great periods in the life of nations, of great men and women. ചരിത്രത്തിൽ വളരെ മഹത്തായ കാലഘട്ടത്തെക്കുറിച്ചും അക്കാലത്തുണ്ടായിരുന്ന ഗ്രേറ്റ് മെൻ ആൻഡ് വുമൺ, മഹാന്മാരായ ആളുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡു യു റിമെമ്പർ ഹൗ ഫാസിനേറ്റഡ് യു വെയർ വെൻ യു ഫസ്റ്റ് റീഡ് ദ സ്റ്റോറി ഓഫ് ജോൺ ഓഫ് ആർക്ക്?
ജോവാൻ ഓഫ് ആർക്കിൻ്റെ കഥ ആകർഷകമായി നിനക്ക് തോന്നിയ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. അവരെ പോലെ ആകുക എന്നത് നിൻ്റെ അഭിലാഷമായിരുന്നല്ലോ. യുവർ അംബീഷൻ വാസ് ടു ബി സംതിങ് ലൈക്ക് ഹെർ. ഓർഡിനറി മെൻ ആൻഡ് വുമൺ ആർ നോട്ട് യൂഷ്വലി ഹീറോയിക്. സാധാരണ സ്ത്രീകളും പുരുഷന്മാരും സാഹസികരായിരിക്കുകയില്ല. They think of their bread and butter, of their children, of their household worries and like. അവരെന്താണ്? തങ്ങളുടെ അനുദിന ജീവിത കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധിക്കുക. But a time comes when a whole people become interested in great cause. പക്ഷേ ഒരു ജനത ഒന്നാകെ ഒരു മഹത്തായ ലക്ഷ്യത്തിൽ താല്പര്യമെടുക്കുന്ന അവസരം വരും. Then history helps even simple, ordinary men and women to become heroes. പക്ഷേ കത്തിലൂടെ എങ്ങനെയാണ് നാം ചർച്ച നടത്തുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറയുന്നത് ഒരു നിർദ്ദേശം മാത്രമായിട്ടും നാം ചെയ്യുന്നത് ഒരു സംഭാഷണമായിട്ടും കരുതുക. അപ്പോൾ സാധാരണ മനുഷ്യരെയും സാഹസികരാക്കാൻ ചരിത്രം സഹായിക്കുന്നു. Great leaders have something in them which inspires a whole people and makes them do great deeds. സാധാരണക്കാരായ ഇവരെ മഹാകാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കാനുള്ള എന്തോ ഒന്ന് മഹാന്മാരായ നേതാക്കളിലുണ്ട്. In India, a great leader full of love for all who suffer and eager to help them has inspired our people to great actions and a noble sacrifice. ഇന്ത്യയിൽ യാതന അനുഭവിക്കുന്നവരെ സ്നേഹിക്കുകയും അവരെ സഹായിക്കാൻ ആകാംക്ഷ കാണിക്കുകയും ചെയ്ത ഒരു മഹാനേതാവ് നമ്മുടെ ജനങ്ങളെ മഹത് പ്രവൃത്തികൾക്കും മഹത്തായ ത്യാഗത്തിനും പ്രേരിപ്പിക്കുന്നു. He has helped to make the starving, the poor and the oppressed free and happy. പട്ടിണിക്കാരെയും സാധുക്കളെയും അടിച്ചമർത്തപ്പെട്ടവരെയും സ്വതന്ത്രരും സന്തുഷ്ടരുമാക്കാൻ അദ്ദേഹം സഹായിച്ചിരിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ബാപ്പുജി ഈസ് ഇൻ prison, but the magic of his message has stolen the hearts of India's millions. ബാപ്പുജി ഇപ്പോൾ തടവറയിലാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇന്ത്യയുടെ ലക്ഷക്കണക്കായ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്നിരിക്കുന്നു. Men and women and even little children come out of their little shells and become India's soldiers of freedom. എന്താണ്? സ്ത്രീകളും പുരുഷന്മാരും കുട്ടികൾ പോലും സ്വാതന്ത്ര്യ സമരത്തിലെ പടയാളികളായി തീർന്നിരിക്കുന്നു. In India today we are making history. നമ്മൾ ഇന്ത്യയിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ്. And you and I are fortunate to see this happening before our eyes and to take some part ourselves in this great dharma, in this great drama. ഇതിൽ നമ്മുടെ പങ്ക് നിർവഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്താണ് ഇതിൽ നമ്മുടെ പങ്ക്? What part shall we play in it? If we are to be India's soldiers, we have to respect India's honor, and that honor is a sacred trust. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയുക എളുപ്പമുള്ള കാര്യമല്ല. സംശയമുണ്ടാകുമ്പോൾ പ്രയോഗിക്കാൻ ഒരു ചെറിയ പരീക്ഷണം ഞാൻ പറയാം. It is no easy matter to decide what is right and what is not. One little test I shall ask you to apply when you are in a doubt. Never do anything in secret or anything that you would wish to hide. രഹസ്യമായി ചെയ്യണമെന്ന് തോന്നുന്നതോ ഒളിക്കാനോ ഗ്രഹിക്കുന്നതോ ആയ ഒന്നും ചെയ്യരുത്. For the desire to hide anything means that you are afraid, and fear is a bad thing and unworthy of you.
കാരണം ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമുക്ക് ഭയമുണ്ട് എന്നാണ്. യു ബി ബ്രേവ് ആൻഡ് ഓൾ. ഭയം എന്നുള്ളത് നിന്നെ സംബന്ധിച്ചിടത്തോളം ചീത്ത കാര്യമാണ്. അത് നിനക്കൊട്ടും യോജിക്കുന്നതല്ല. ബി ബ്രേവ് ആൻഡ് ഓൾ ദ റെസ്റ്റ് ഫോളോസ്. ധൈര്യമായിരിക്കുക, ശേഷം വേണ്ടതുപോലെ സംഭവിച്ചുകൊള്ളും. യു നോ that in our great freedom movement under Bapuji's leadership there is no room for secrecy or hiding. ബാപ്പുജിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ നമുക്കൊന്നും ഒളിക്കാനില്ല. We have nothing to hide. നമുക്കൊന്നും ഒളിക്കാനില്ല. We are not afraid of what we do or what we say. നമ്മൾ എന്ത് പറയുന്നെന്നോ നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്ന കാര്യത്തിലോ ഒന്നും നമുക്കൊരു യാതൊരു പേടിയും ഇല്ല. വി വർക്ക് ഇൻ ദ സൺ ആൻഡ് ഇൻ ദ ലൈറ്റ്. നമ്മൾ പ്രകാശത്തിലും സൂര്യന് കീഴിയുമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, പണിയെടുക്കുന്നത്. ഈവൻ സോ ഇൻ അവർ പ്രൈവറ്റ് ലീവ്സ് ലെറ്റ് us മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദ സൺ ആൻഡ് വർക്ക് ഇൻ ദ ലൈറ്റ് ആൻഡ് ഡു നത്തിങ് സീക്രറ്റ്ലി. നമുക്കൊന്നും രഹസ്യമായി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇരുട്ടിലല്ല പ്രവർത്തിക്കുന്നത്, നമ്മൾ പ്രകാശത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആൻഡ് ഇഫ് യു ഡു സോ മൈ ഡിയർ യു വിൽ ഗ്രോ അപ്പ് a child of the light, unafraid and serene and unruffled whatever may happen. ഇങ്ങനെ ജീവിച്ചാൽ നീ പ്രകാശത്തിൻ്റെ കുട്ടിയായി വളർന്നു വരും. എന്തൊക്കെ സംഭവിച്ചാലും ഭയരഹിതയും ശാന്തതയുള്ളവളുമായിരിക്കുകയും ചെയ്യും. I have written a very long letter to you and yet there is so much I would like to tell you. ഞാൻ നിനക്കൊരു വലിയ കത്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് യെറ്റ്, അങ്ങനെയാണെങ്കിലും there is so much I would like to tell you. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. How can a letter contain it? ഒരു ലെറ്ററിൽ ഞാൻ എങ്ങനെ അതെല്ലാം ഉൾപ്പെടുത്തും? ഗുഡ് ബൈ ലിറ്റിൽ വൺ. നിർത്തട്ടെ എൻ്റെ പ്രിയപ്പെട്ട മകളെ. ആൻഡ് മേ യു ഗ്രോ അപ്പ് ഇൻ ടു ദ ബ്രേവ് സോൾജിയർ ഇൻ ഇന്ത്യാസ് സർവീസ്. രാജ്യത്ത് സേവനം ചെയ്യുന്ന ധീര പടയാളിയായി നീ വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിത്ത് ഓൾ മൈ ലവ് ആൻഡ് ഗുഡ് വിഷസ്. എൻ്റെ എല്ലാ സ്നേഹത്തോടും നല്ല ആശംസകളോടും യുവർ ലവിങ് ഫാദർ ജവഹർലാൽ നെഹ്റു. ഇതിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ജവഹർലാൽ നെഹ്റു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.